ഹോപ്പ് എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്നത് കൊമ്പനടുക്കമാണ്. കൊമ്പനടുക്കം എന്ന് പറയുന്ന കാസർഗോഡ് ചെമ്മനാട് ജില്ലയിലെ ചെമ്മനാട് പഞ്ചായത്തിലെ കൊമ്പനടുക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഷോപ്പിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നോർമലി ഓട്ടോയ്ക്കാണ് പോകാറുള്ളത്. അപ്പോൾ പോകുന്ന ഓട്ടോയ്ക്ക്, അതായത് ഇപ്പം ആരെങ്കിലും ഇറക്കിയിട്ട് പോകുന്ന ഓട്ടോയ്ക്ക്, ടൗണിലേക്ക് പോകുന്ന ഓട്ടോയ്ക്ക് ഇവിടെ നിന്ന് കൊമ്പനടുക്കം ഞാൻ കാസർഗോഡുകാർക്ക് അറിയാം. കൊമ്പനടുക്കം ആ കയറ്റം കഴിഞ്ഞവാടുമാണ് എൻ്റെ വീട്. എവിടെയും പോകണ്ട, കയറ്റം കഴിഞ്ഞവാടാണ് എൻ്റെ വീട് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് സ്മാർട്ട് ബസാറിലേക്ക് ഞാൻ നോർമലി പോകുന്ന ഓട്ടോയ്ക്ക് 40 രൂപയാണ് ഞാൻ കൊടുക്കാറുള്ളത്. എപ്പോഴും 40 രൂപ, കൂടിപ്പോയാൽ 50 രൂപ. അത് 50 രൂപ എടുക്കാനുള്ള കാരണം നേരത്തെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് നമ്മുടെ എവിടെയാണ് അയ്യപ്പന്റെ അമ്പലത്തിന്റെ എവിടെയായിരുന്നു മുന്നേ ഈ യു ടേൺ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് മാറിയിട്ട് ഐവക്കും കുറച്ച് മുന്നിലാണ് ആ ഒരു യു ടേൺ വരുന്നത്. അപ്പം സ്മാർട്ട് ബസാറും ഒരു 10 മീറ്റർ പോലും വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ 50 രൂപയും കൊടുക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുന്ന സമയത്ത് ഒരു ഓട്ടോ കയറി, പോകുന്ന ഓട്ടോയാണേ, അതായത് ഇവിടുന്ന് ടൗണിലേക്ക് പോകുന്ന ഓട്ടോയാണ്. സ്മാർട്ട് ബസാർ എന്ന് പറഞ്ഞു. അപ്പം അയാൾ പോകുന്ന ഓട്ടോ അല്ലെങ്കിൽ അയാൾക്ക് എന്ത് പറയാം, ഞാൻ പ്രസ് ക്ലബ്ബ് വരെ ഉള്ളൂ, അന്ന് ഞാൻ പ്രസ് ക്ലബ്ബിൽ ഇറങ്ങി നടക്കും, എനിക്ക് വിഷയമുള്ള കാര്യമൊന്നുമില്ല. അത് നമ്മൾ 10 രൂപ കൊടുത്താൽ മതി. പോകുന്ന ഓട്ടോയ്ക്ക് കയറിയിട്ട് പ്രസ് ക്ലബ്ബിലേക്ക് ഒരാൾക്ക് 10 രൂപ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെയാണ് നോർമലി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇയാൾ അവിടുന്ന് സ്മാർട്ട് ബസാർ എന്ന് പറഞ്ഞു ഇയാൾ കയറ്റിയിരുത്തി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടെ ഇയാളുടെ ഓട്ടോയിൽ ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ കണ്ട എല്ലാവരുടെയും ചീത്തവിളി നമ്മൾ കേൾക്കണം ഇയാളുടെ വണ്ടി ഓടിക്കൽ കാരണം. ഒരു വണ്ടി ഒരു ടെമ്പോ ആൾ എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ ഞാനാണ് അതൊന്ന് കമന്റ് ചെയ്യണേ. അവരുടെ മിററിന് ഈ ഓട്ടോ വരഞ്ഞിട്ട് ഇയാളെ ചീത്ത വിളിക്കുകയാണ്. നടുവിലെ കുറച്ചൊരു സ്പേസ് വിട്ട് ഞങ്ങൾക്ക് കൂടി പോവാം എന്നുള്ള രീതിയിൽ. ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഓക്കെ, ഇവർ ഈ പ്രത്യേകിച്ച് റിക്ഷക്കാരുടെ കൂടെ പോകുന്ന സമയത്തുണ്ട് ലൈഫ് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പെട്ട് ഇവര് ലെഫ്റ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലോട്ടാണ് പോകുന്നത്, റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ഈ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ എത്തി. ഇയാൾ ഒറ്റയടിഞ്ഞ എത്ര 70 കൊമ്പനടുക്കത്ത് നിന്നും പോകുന്ന ഓട്ടോയില് സ്മാർട്ട് ബസാറിന്റെ അടുത്തേക്ക് ഒരൊറ്റ പറയലാണ് 70. ഞാൻ ചോദിച്ചു 70? കൂടിപ്പോയ 50 രൂപയാണ് ഇവിടുത്തെ, കൂടിപ്പോയത് 50 രൂപയാണ് കൊടുക്കാറുള്ളത്. 50 രൂപയിൽ കൂടുതൽ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു എനിക്ക് 50 രൂപ പറ്റില്ല, 70 തന്നെ വേണം. ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല, ഞാൻ നോർമലി 40 രൂപയാണ് കൊടുക്കാറുള്ളത്. 50 രൂപ ഓക്കെ, നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ വർത്താനം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് 50 രൂപ എനിക്ക് ഓക്കെയാണ്. അപ്പൊ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്താ പറയുക, നീ 40 രൂപ കൊടുത്തിട്ടുണ്ടാവും ഏതെങ്കിലും വൃക്ഷക്കാരൻ, നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുമെന്ന്. എനക്കാ വന്ന ദേഷ്യത്തിനുണ്ടല്ലോ. അതായത് ഇവർക്ക് ഇത്രയും വലിയ പൈസ കൊടുക്കും വേണം, ലോകത്തിനകത്ത് പൈസ ഇവരെ വാഴിക്കുന്ന തോന്നിയ നമ്മൾ സ്ത്രീകൾ കേൾക്കും വേണമെന്നോ? ഇനി ഇത് വെച്ച് ഉറപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ട്രാഫിക് നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. കാസർഗോഡുകാരോട് പ്രത്യേകിച്ചിട്ട് ഇവിടെ പ്രത്യേക നിയമങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനിയെങ്കിലും മീറ്റർ ഇടാണ്ട് ഓടിക്കുന്ന റിക്ഷയാണെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ നോട്ട് ചെയ്തിട്ട് ട്രാഫിക് പോലീസിന് ദയവ് ചെയ്ത് കംപ്ലൈന്റ് കൊടുക്കുക. കാരണം റിക്ഷക്കാരുടെ വിളയാട്ടം ഒരുപാട് കാസർഗോഡ് ജില്ലയിൽ കൂടിയിട്ടുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഇപ്പം ഞാൻ ഈ ഒരു ഇഷ്യൂ ഇന്നലെ സംസാരിച്ച സമയത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് നോർമലി വരുന്ന ഫെയറിനേക്കാളും ഇരട്ടി ഫെയർ ആണ് വാങ്ങുന്നുള്ളത്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു പ്രാവശ്യം മൊബൈൽ ക്യാമറ ഓൺ ചെയ്തിട്ട് എത്രയായിരുന്നു എന്ന് ചോദിച്ച സമയത്ത് കറക്റ്റ് പേയ്മെന്റ് പറഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ പേയ്മെന്റ് വേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനർത്ഥം ഇവര് ഓവർ ആയിട്ടുള്ള ചാർജാണ് വാങ്ങുന്നതാണ് റിക്ഷക്കാര്. അപ്പം ഇനി റിക്ഷയിൽ കയറുന്ന ആൾക്കാരോടാണ് ഇത് കംപ്ലൈന്റ് ചെയ്തേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് ഇവിടെ ഒരു ഓട്ടോ പിടിച്ചു പോകാനുള്ള ഒരു അവസരം ഇല്ലാണ്ട്. കാരണം ഇവരുടെ വൃത്തികെട്ട വായി കാരണം നമ്മൾ പിന്നെ താച്ചു കൊന്നുപോകും. അത് അങ്ങനെയുള്ള വർത്താനാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇനിയെങ്കിലും മീറ്റർ ഇടാത്ത ഒരു ഓട്ടോയിലും കയറില്ല എന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ മീറ്റർ ഇടാൻ അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓട്ടോ നമ്പർ വെച്ചിട്ട് കംപ്ലൈന്റ് ചെയ്യണം. ആൻഡ് ട്രാഫിക് പോലീസ് കൈകാര്യം ചെയ്യുന്ന പോലീസുകാരോടാണ്. അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് വരുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് ആ ഒരു റിക്ഷയ്ക്ക് ഫൈനോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയെങ്കിലും അവർ മീറ്റർ ഇട്ട് വാഹനം ഓടിക്കാനും നമ്മളെ പോലുള്ളവർക്ക് സുരക്ഷിതമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഫെയർ കൊടുത്തിട്ട് യാത്ര ചെയ്യാനും പറ്റും. ഇറ്റ്സ് എ റിക്വസ്റ്റ്. കാരണം നമുക്ക് തന്നെ അറിയാം ഇന്നത്തെ കാലത്ത് നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. ആരുടെ കയ്യിലും പൈസയും കാര്യങ്ങളൊന്നുമില്ല. ഇവരിങ്ങനെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ടീംസിനെ പോലെ ഒരു മിനിമം ചാർജ്, അവിടത്തേക്ക് എന്താണോ ചാർജ്, ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ചാർജ് വാങ്ങുന്നതിൽ ഒരു കുഴപ്പമില്ല.
അവിടത്തേക്കുള്ള ചാർജ് 40 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 40. ഇനിയിപ്പോ നിങ്ങൾക്ക് വീട്ടിൽ ദാരിദ്ര്യത്തിന്റെ അങ്ങേത്തലയാണ്, പക്ഷെ ഒന്നും ഒരറ്റം അപ്പുറത്തറ്റത്തേക്ക് മുട്ടുന്നില്ല, ആകെ കിട്ടിയൊരു ഓട്ടമാണ്, 10 രൂപ കൂട്ടി വാങ്ങുന്നതിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ 30 രൂപയെല്ലാം കൂട്ടി വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ സാധാരണക്കാരൻ ഇവിടെ ജീവിക്കേണ്ട. നിങ്ങളൊക്കെ വല്ലാണ്ട് നേടുന്നുണ്ട് റിക്ഷക്കാരോടാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. മീറ്ററിൽ വർക്ക് ചെയ്യാത്ത ഒരു ഓട്ടോയിലും കയറരുത്, പ്രോത്സാഹിപ്പിക്കരുത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് പണമുള്ളവരോടാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണം. ട്രാഫിക് പോലീസിനോടാണ് ഇനി ഇങ്ങനെയുള്ള കംപ്ലൈന്റ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലെങ്കിലും നിങ്ങൾ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഫൈനോ കാര്യങ്ങളോ ഇട്ടിട്ട് മീറ്റർ ഇല്ലാണ്ട് ഒരു ഓട്ടോയും ഓടാൻ സമ്മതിക്കരുത്. അല്ലാത്ത പക്ഷം ഇറ്റ്സ് എ റിക്വസ്റ്റ്, കാസർഗോഡ് ഊബർ സിസ്റ്റം വരണം. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത്, ആരെയാണ് നമ്മൾ പോയി കാണേണ്ടത്, കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെഡിയാണ്. അങ്ങനെയുള്ള ഒരു എവിടെയാണ് ആരെങ്കിലും പോയി കാണാനാണെന്നുണ്ടെങ്കിൽ പോയി കാണാൻ ഞാൻ റെഡിയാണ്. കാസർഗോഡ് ഒരു ഊബർ സിസ്റ്റം വരേണ്ടത് വളരെ അത്യാവശ്യമാണ്, വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഓട്ടോക്കാരുടെ വിളയാട്ടം സഹിക്കുന്നതിനും അപ്പുറമാണ്. ഇവർ വളരെ വൾഗറായിട്ടാണ് സ്ത്രീകളോട് പെരുമാറുന്നുള്ളത്, വളരെ വൾഗറായിട്ടാണ് സ്ത്രീകളോട് പെരുമാറുന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ 30-40 രൂപയാണ് വാങ്ങുന്നത്, ഇരട്ടി പൈസയാണ് മീറ്റർ പോലും ഇടാണ്ട് ഇവർ വാങ്ങുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഊബർ സിസ്റ്റം നമ്മുടെ കാസർഗോഡ് വരേണ്ടത് വളരെ 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 അനിവാര്യമാണ്. അതെന്താ ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് റെഡിയാണ്. അതിനുള്ള എവിടെ പോകേണ്ട അല്ലെങ്കിൽ റിക്വസ്റ്റ് കാര്യങ്ങൾ ചെയ്യണോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. ബിക്കോസ് അത് വളരെ 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 എസെൻഷ്യൽ ആണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ.